കാലം കരുതിവച്ച നിഗൂഢതകൾക്കിടയിലൂടെ ഇരുളും പുകമറയും വകഞ്ഞുമാറ്റി അവൻ വരുന്നു. വിധി കുറിക്കപ്പെട്ടവൻ. നിലയ്ക്കാത്ത ശ്വാസവും പതറാത്ത ചുവടുകളുമായി അദൃശ്യസത്യങ്ങളുടെ കാവൽക്കാരനായി ആർഷനെത്തുന്നു. അദൃശ്യവേദ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അദൃശ്യവേദയുടെ ഓരോ അപ്ഡേറ്റും നിങ്ങളിലേക്ക് ആദ്യമെത്താൻ ഒരു നിമിഷം പോലും പാഴാക്കരുത്. പുലർകാലത്തെ കനത്ത മഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പുൽപ്പരപ്പുകളിൽ വെള്ളിത്തുള്ളികൾ തീർത്തിരിക്കുന്നു. ക്ഷേത്രകുളത്തിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിനിവർന്ന ആർഷൻ ഈറൻ മാറിയ ശേഷം കസവുമുണ്ടും തോളിൽ ഒരു മേൽമുണ്ടും ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അവന്റെ നെറ്റിയിൽ നനവാർന്ന ഭസ്മക്കുറി. ആചാരബദ്ധമായ ആ വേഷത്തിലും അവന്റെ കണ്ണുകളിൽ ഒരു ശാസ്ത്രജ്ഞന്റെ തിളക്കമുണ്ട്. ആർഷൻ സാവധാനം ക്ഷേത്രമതിലകത്തേക്ക് നടന്നു. ചുറ്റും ഇരുട്ടാണെങ്കിലും കൽവിളക്കുകളിൽ എണ്ണ വറ്റിത്തുടങ്ങിയ തിരികൾ കാറ്റിൽ ആടിപ്പിടയുന്നത് അവന് വഴികാട്ടി. ദൂരെ എവിടെയോ ഒരു നരിച്ചീർ കുറുകുന്നത് അന്തരീക്ഷത്തിന്റെ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ട്. ക്ഷേത്രമുറ്റത്തെ കൽപ്പടവുകളിൽ വീണുകിടക്കുന്ന ഉണങ്ങിയ ഇലകൾ അവന്റെ പാദത്തിനടിയിൽ അമരുമ്പോഴുണ്ടാകുന്ന മർമ്മര ശബ്ദം അവനിൽ ഒരു പ്രത്യേകതരം ഏകാഗ്രത നിറച്ചു. അവൻ നടക്കിലെത്തി. വിഗ്രഹത്തിനു മുന്നിൽ ജ്വലിക്കുന്ന നെയ്വിളക്കിന്റെ വെളിച്ചം അവന്റെ മുഖത്ത് പ്രതിഫലിച്ചു. കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും അവന്റെ ശ്രദ്ധ ശ്രീകോവിലിന്റെ വശത്തുള്ള കരിങ്കൽ തൂണുകളിലായിരുന്നു. സാധാരണ ഭക്തർ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ആർഷൻ ആ തൂണുകളിൽ കൊത്തിയിരിക്കുന്ന വിചിത്രമായ അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഇന്നെന്റെ 25ാം ജന്മദിനം. പുരാണങ്ങളിൽ പറയുന്ന ആ നിഗൂഢമായ സിദ്ധിയുടെ ആദ്യ സൂചന ഈ ക്ഷേത്രമതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശാസ്ത്രത്തിന് ഇതുവരെ പിടികിട്ടാത്ത ആ രഹസ്യം. അവൻ പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. ഓരോ ചുവടിലും അവൻ ആ ശിലകളിലെ നിഴലുകൾ ശ്രദ്ധിച്ചു. കാറ്റിൽ പടവുകളിലെ ഇലകൾ പറന്നു നീങ്ങുമ്പോൾ ഒരു പ്രത്യേക തൂണിന് താഴെ മറഞ്ഞിരുന്ന ചില ചിഹ്നങ്ങൾ അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ കുനിഞ്ഞ് തന്റെ മേൽമുണ്ടുകൊണ്ട് ആ ശിലയിലെ പൊടി തുടച്ചുമാറ്റി. പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു മണിമുഴക്കം കേട്ടു. ആ ശബ്ദം ആർഷന്റെ ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കി. അത് വെറുമൊരു മണിമുഴക്കമായിരുന്നില്ല, അവനുള്ള ഒരു വിളിയാണെന്ന് അവന് തോന്നി. അവൻ ആ തൂണിന്റെ നിഗൂഢതയിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ഒരു നിഴൽ വന്നു പതിച്ചത്. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിൽ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. എന്താ മകനെ നീ അവിടെ ചെയ്യുന്നത്? ഞാൻ ഈ വിചിത്രമായ ചിഹ്നങ്ങൾ നോക്കുകയായിരുന്നു. ഈ ചിഹ്നത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല മകനെ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടം ഭരിച്ചിരുന്ന ഒരു പ്രശസ്തനായ രാജാവിന്റെ മകന്റെ താൽപര്യപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ അത്ഭുത ശക്തികളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞ് പൂജാരി ദൂരേക്ക് നടന്നു നീങ്ങി. പൂജാരിയുടെ വാക്കുകൾ കേട്ട് ആർഷന് ഞെട്ടലാണുണ്ടായത്. അവൻ തേടി നടന്ന ശക്തികളുടെ ശേഷിപ്പുകൾ ഈ ക്ഷേത്രത്തിൽ തന്നെയാണെന്ന് അവൻ ഉറപ്പായി. ആ ചിഹ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് ഉറപ്പിച്ച് ക്ഷേത്രദർശനവും കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അവന്റെ അച്ഛൻ വിശ്വനാഥ് ഉമ്മറത്ത് ചാരുകസേരയിലിരിപ്പുണ്ട്. അവൻ വീട്ടുപടിക്കലെത്തിയപ്പോൾ അവന്റെ അമ്മ മാധവി വീടിനു പുറത്തുവന്ന് ദേഷ്യത്തോടെ ആർഷിനോട് ചോദിച്ചു, നിന്റെ പ്രൊഫസർ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു എന്ന് നിനക്കറിയാമോ? നീ എന്താ പ്രൊഫസറുടെ ലാബിലേക്ക് പോകാത്തത്? അവിടെ ഒരുപാട് ജോലി കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ല അമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ തന്റെ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ചെറിയ ലാബിലേക്ക് കയറിപ്പോയി. അപ്പോൾ അമ്മ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, നീ എങ്ങും പോകണ്ട, ഇവിടെ ഒരു റൂമിൽ കയറി കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് കുറെ പുസ്തകങ്ങളും വായിച്ചിവിടെയിരുന്നു. വീട്ടിലെ ചെലവിന് നിന്റെ അച്ഛന്റെ പെൻഷൻ മാത്രമാണുള്ളത്. നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ റിസർച്ചിനും ലാബിനുമായി തുലച്ചു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മ അകത്തേക്ക് പോകുന്നു. ആർഷൻ തന്റെ മുറിക്കുള്ളിലെ ലാബിൽ തനിച്ചാകുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ ക്ഷേത്രത്തിലെ ചിഹ്നങ്ങളും പൂജാരിയുടെ വാക്കുകളും ഓർത്തുകൊണ്ടിരിക്കവേ അവന്റെ റൂമിലേക്ക് ഒരാൾ കടന്നുവന്നു. ആർഷന്റെ ഗവേഷണമുറിയിലേക്ക് കടന്നുവന്ന ആ നിഴൽ ഒരു ഞെട്ടിക്കുന്ന വഴിത്തിരിവാണോ അതോ അവനെ തേടി മറ്റാരെങ്കിലും വന്നതാണോ?